Good morning, all. Good morning, ma'am. 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 Okay. എല്ലാവരും ക്ലാസ്സിലെ സ്ട്രെങ്ത് കുറവാണല്ലോ. മഴയൊക്കെ ആയതുകൊണ്ടാണോ സ്ട്രെങ്ത് കുറവ്? ആണോ? മേ ബി അല്ലെ, ആയിരിക്കും അല്ലെ. ഓക്കെ, എല്ലാവരുടെ ഏരിയകളിലൊക്കെ നല്ല മഴയൊക്കില്ലേ? ഓക്കെ, അതിന്റെ കുറച്ച് റേഞ്ചിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി മഴ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കഴിയുമ്പോൾ നോക്കി ആയിക്കോളൂ കേട്ടോ. നമുക്ക് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി നന്നായിട്ടൊക്കെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി തന്നെ ഇരിക്കാം. ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഔട്ട് പേഷ്യന്റ് പറഞ്ഞായിരുന്നു അല്ലെ. ഔട്ട് പേഷ്യന്റ് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരികെ പോയി. അതാണ് നമ്മളൊരു ഔട്ട് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. നമ്മൾ അവിടുത്തെ ലൊക്കേഷൻ ഏതൊക്കെയാണ് നോക്കി. മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഔട്ട് പേഷ്യന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒ പി ഡിപ്പാർട്ട്മെന്റ്. ഇനി അതുപോലെ നമ്മൾ ലാസ്റ്റ് വൺ നോക്കിയത് ടേബിൾ വരെയാണ് നമ്മൾ നോക്കിയത് അല്ലെ. അവിടെ വരെയല്ലേ നോക്കിയത്? ഓർമ്മയുണ്ടോ? ആണോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നോട്ടെ ഞാൻ ചോദിക്കണേ. ഓക്കെ, അപ്പോ നമ്മള് പേഷ്യന്റ് ഏരിയ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ പറഞ്ഞു അല്ലെ. അപ്പോ പേഷ്യന്റ് ഏരിയയില് ഒന്നും കൂടി നോക്കണേ കേട്ടോ. പേഷ്യന്റ് ഏരിയയിൽ നമ്മൾ തന്നെ പറഞ്ഞു, നമ്മൾ ടേബിൾ ഒന്നും നോക്കാതെ പറഞ്ഞു എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ ആൻഡ് ATM മെഷീൻ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. അതുപോലെ ക്ലിനിക്കൽ ഏരിയയിൽ നമ്മൾ പറഞ്ഞു ചികിത്സാപരമായിട്ട് വരുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷനും എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി അല്ലെ. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ടേബിൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടില്ലാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. നമ്മൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെ OPD-യിലേക്ക് വരുന്ന ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ്, ഒരു പാറ്റേൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പാറ്റേൺ പഠിച്ചിട്ടില്ലേ? ഒരു എന്താ പറയാ, ഒരു ഫുഡ് ചെയിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ? ഫുഡ് ചെയിൻ ഓർമ്മയുണ്ടോ? പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് പുല്ല്, പുൽച്ചാടി, താള അതൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അതുപോലെയുള്ള ചെറിയൊരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് ആ ഒരു സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കണ്ട, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ എൻക്വയറി ചെന്നു അല്ലെ. എൻക്വയറി ചെന്നു, രജിസ്ട്രേഷൻ എടുത്തു നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു. ഡോക്ടർ വന്നിട്ടില്ല, ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റിംഗ് ഹാളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി. കൺസൾട്ടേഷൻ റൂമിൽ ചെന്നു, അവിടെ ഇൻവെസ്റ്റിഗേഷൻസും മറ്റു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടർ നമുക്ക് എന്ത് ചെയ്തു? മെഡിസിൻ എഴുതി. അപ്പൊ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. എൻക്വയറിന്ന് എവിടെ പോയി? രജിസ്ട്രേഷൻ ചെയ്തു. നമ്മള് മീൻസ് നമ്മളൊക്കെ എടുത്തു. വെയിറ്റിംഗ് ഹാളില് വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? കൺസൾട്ടേഷൻ റൂമിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടെ പോയി ഇൻവെസ്റ്റിഗേഷനും ഫെസിലിറ്റീസും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഡോക്ടർ നമുക്ക് മെഡിസിൻ എഴുതി. നമുക്ക് എന്ത് ചെയ്തു? ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ആയി. ഓക്കെ, പഠിച്ചോ? ഇപ്പൊ തന്നെ ഒന്ന് പെട്ടെന്ന് നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കാം. ആ ഒരൊറ്റ വായനയിലൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ പോകുന്ന ഒരു കാര്യം, വേറെ ഒന്നുമില്ല. എൻക്വയറി പോകാം,
രജിസ്ട്രേഷൻ വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, ഡോക്ടറെ കണ്ടു, ഇൻവെസ്റ്റിഗേഷൻ, ഫാർമസി പോയി, എക്സിറ്റ് ആയി. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഒരു 2 മിനിറ്റ് മതിയല്ലോ. വായിക്കാം, ഒപ്പം പഠിച്ചു കൂടി പോവാം കേട്ടോ. പെട്ടെന്ന് വായിക്കാം. വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ അത് പഠിച്ചു തന്നെ പോകണം. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ അങ്ങനെ പഠിച്ചു പോയിക്കോളും. പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും പഠിക്കുന്നത്. ഓക്കെ, വായിച്ചോ എല്ലാവരും? വായിച്ചോ? പഠിച്ചോ? വായിക്കാൻ മാത്രമല്ല, പഠിച്ചോ എല്ലാവരും? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ഇനി പഠിക്കണ്ടല്ലോ. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ ചോദിക്കാം കേട്ടോ, പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒ പി ഡിയിലേക്ക് വന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് നോക്കിയത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എക്യുപ്മെന്റ്സ് കേട്ടോ. ഉപകരണങ്ങളില്ലേ ഹോസ്പിറ്റലില്? ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അല്ലെ? നമ്മൾ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? നിങ്ങൾ ടേബിൾ നോക്കണ്ട കേട്ടോ, ആരും നോക്കി പറയില്ല. അല്ലാതെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ഏതൊക്കെ ഉപകരണങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? സിറിഞ്ചും സൂചിയും മാത്രമാണോ കണ്ടിരിക്കുന്നത്? മോണിറ്റർ കണ്ടിട്ടുണ്ട്. ഓക്കെ, മോണിറ്റർ മാത്രം കണ്ടിട്ടുള്ളൂ. ഈ ഒരാള് മാത്രം പോയിട്ടുള്ള ഹോസ്പിറ്റലിൽ? എക്സ്റേ, BP. ഓക്കെ, പിന്നെ മറ്റെന്തൊക്കെ കണ്ടിട്ടുണ്ട്? സ്കാനിന്റെ. ഓക്കെ, ദെൻ നെബുലൈസർ. ഓക്കെ, ECG, ഹൈറ്റ്. ഒരാൾ വെയിറ്റ് ഇട്ടപ്പോ ഒരാൾ ഹൈറ്റ് ഇട്ടു. ഓക്കെ, സ്റ്റെതസ്കോപ്പ്. വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത്ര ഉള്ളോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ഉപകരണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലെ? എക്കോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. ട്രോളി. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഓരോരുത്തർക്ക്. ഓക്കെ ഓക്കെ, തെർമോമീറ്റർ. ഇപ്പൊ വരുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും. ട്യൂബ്ലൈറ്റ് ഒക്കെ എത്തിയിട്ടുള്ളല്ലേ? പൾസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും തന്നെ എക്യുപ്മെന്റ്സുകളും തന്നെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഈ എക്യുപ്മെന്റിനെ ഓരോ ടൈപ്പായിട്ട് തരംതിരിച്ചാണ് നമ്മൾ എക്യുപ്മെന്റ്സ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടേബിൾ നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം. മീൻസ് ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട്, അതായത് എന്താ മീൻസ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? തെറാപ്റ്റിക് എന്ന് പറഞ്ഞാല് ഈ ചികിത്സ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ മോണിറ്ററിങ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് തരംതിരിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് നമ്മൾ പറഞ്ഞു രോഗനിർണയം അല്ലെ? അപ്പോ രോഗനിർണയത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അത് നമുക്ക് പഠിച്ചു പോകാം. എന്നിട്ട് നമുക്ക് ശേഷം നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ രോഗനിർണയത്തിന് വേണ്ടി ഫസ്റ്റ് വൺ BP അപ്പാരറ്റസ്. നിങ്ങൾ പറഞ്ഞില്ലേ BP നോക്കുന്ന ഉപകരണം, BP നോക്കുന്ന ആ ഒരു മെഷീൻ. ഓക്കെ, BP. then എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പ്? നിങ്ങളുടെ അറിവിലെ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡോസ്കോപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. എന്ത് സുഖമായിട്ടായിരിക്കും എൻഡോസ്കോപ്പ് ചെയ്യുന്നത്? മീൻസ് എൻഡോസ്കോപ്പ് ഹാർട്ട് ആണെന്ന് പറയാൻ പറ്റുമോ? സ്റ്റൊമക്ക് അല്ലെ? ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോളജി, വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വയറിനുള്ളിലേക്ക് ഒരു ട്യൂബ് കടത്തി വിട്ടിട്ട് ഈ വയറിന്റെ ഉള്ളിലെ അകം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇതാണ് എൻഡോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റൊമക്കിന്റെ ഉള്ളില് എന്തെങ്കിലും അതിന്റെ നമുക്ക് വയറിന്റെ ഉള്ളിൽ കാണാനായിട്ട് പരിശോധിക്കാൻ വേണ്ടി ചെറിയൊരു ട്യൂബ് വയറിന്റെ ഉള്ളിൽ കിടത്തിവിട്ട് പരിശോധിക്കുന്നതിനെയാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് വയറിന്റെ ഉള്ളിൽ ഇപ്പോ ഗ്യാസിന്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിലുള്ള രോഗങ്ങൾ അറിയാം. ഓക്കെ, പറയുന്നതൊക്കെ ശരിയാണ്. മീൻസ് ഇപ്പൊ ഗ്യാസ്ട്രോളജിയുമായിട്ട് സംബന്ധിച്ചോ
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയറിനുള്ളിലെ അസുഖങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് വയറിനുള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് പുറമെ നോക്കി കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു ട്യൂബ് പോലെ കടത്തി വിട്ടിട്ട് വയറിനുള്ളിൽ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പ് കേട്ടോ. അറിയാത്തവരാണെങ്കിൽ അത് മലയാളത്തിൽ ഒന്ന് സൈഡിൽ നിന്ന് എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് അറിയാത്തൊരു പുതിയൊരു സംഭവം നമ്മൾ പഠിക്കണേ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതണോ? നിങ്ങൾക്ക് എഴുതണോ? എല്ലാവർക്കും അറിയാം? ഓക്കെ. അറിയാത്തവരാണെങ്കിൽ എഴുതിയെടുത്തോളൂ. ജസ്റ്റ് മലയാളത്തിൽ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. വയറിന്റെ അകം, സ്റ്റൊമക്ക്, അതായത് വയറിന്റെ അകം കാണുവാനായിട്ട് കടത്തിവിടുന്ന ഒരു ട്യൂബ്. വയറിനുള്ളിലെ പരിശോധനയ്ക്ക് വേണ്ടി എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നോ അതുപോലെ എഴുതിക്കോളൂ. വയറിനുള്ളിലെ പരിശോധനയ്ക്ക് വേണ്ടി. ഒന്നും കിട്ടില്ലെങ്കിൽ സ്റ്റൊമക്ക് ഒന്നും എഴുതിയാൽ മതി. വയറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാലോ. ഓക്കെ. അപ്പൊ എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നോക്കി, പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻ എക്സ്റേ. അതായത് പോർട്ടബിൾ ചാർജർ എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പുള്ള അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അതിനാണ് പോർട്ടബിൾ എക്സ്റേ. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്റേ. മൂവ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്റേ. ദെൻ അടുത്തത് പോർട്ടബിൾ UCG. എന്താണ് USG? പോർട്ടബിൾ USG എന്ന് പറഞ്ഞത് പോർട്ടബിൾ USG കേട്ടിട്ടുണ്ടോ? അൾട്രാസൗണ്ടിന്റെ അൾട്രാസൗണ്ട് മെഷീനാണ് കേട്ടോ. അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നമ്മൾ ചെയ്യേ അതിന്റെ തന്നെയാണ് കേട്ടോ അൾട്രാസൗണ്ട് മെഷീൻ. ദെൻ അതുപോലെ എക്കോ. നമ്മൾ ECG എക്കോ എന്നൊക്കെ പറയും. എക്കോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എടുക്കുന്ന എക്കോ. ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക്കിൽ പെടുന്നത്. രോഗനിർണയത്തിന് ഹൃദയമിടിപ്പുമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ രോഗനിർണയത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് BP, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, ദെൻ എക്കോ. ഓക്കെ. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക്കില് രോഗനിർണയത്തിന് വേണ്ടി വരുന്നത്. നെക്സ്റ്റ് നോക്കാനോ തെറാപ്റ്റിക്. മീൻസ് നമുക്ക് എന്താണ് അസുഖങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചികിത്സാപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, രോഗം കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഇവിടെ വരുന്നത് ഫസ്റ്റ് വൺ നെബുലൈസർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപകരണമാണല്ലോ. ആർക്കെങ്കിലും കാണാത്തതായിട്ടുണ്ടോ നെബുലൈസർ മെഷീൻ? ഹോസ്പിറ്റലിലായാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു നെബുലൈസർ അത്യാവശ്യമാണ് അല്ലെ? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെ? എപ്പോഴും നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടി ആവിയന്ത്രം എന്നൊക്കെ പറയും അല്ലെ? അത് മീൻസ് ഭയങ്കര കഫക്കെട്ടും ചുമ അല്ലെങ്കിൽ ശ്വാസം കൊണ്ടൊക്കെ വരുമ്പോ നമ്മൾ അതില് നെബുലൈസർ മെഷീനിൽ ഡോക്ടർ തന്ന ഒരു മീൻസ് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത് അല്ലെ? വീട്ടിലുണ്ട്. എത്ര പേരുടെ വീട്ടിലുണ്ട്? ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ നെബുലൈസർ അല്ലെ? ഉണ്ട്. ഒത്തിരി പേരുടെ വീട്ടിലുണ്ട്. കുറച്ച് പേരുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലെ? നമുക്കറിയാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണത് അല്ലെ? നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലായിട്ട് പോകേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പൊ ഒത്തിരി പേരുടെ വീടുകളിലൊക്കെ അത് ഉണ്ട് അല്ലെ? നമുക്ക് എപ്പോഴും ഉപകാരമുള്ളൊരു എക്യുപ്മെന്റ് തന്നെയാണ് അല്ലെ? അപ്പൊ നെബുലൈസർ. നെക്സ്റ്റ് വൺ ലാറിംഗോസ്കോപ്പ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലാറിംഗോസ്കോപ്പ്? ലാറിംഗോ ലാറിങ്സ് അല്ലെങ്കിൽ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാറിംഗോസ്കോപ്പ് അല്ലെ? അപ്പൊ എന്താണ് ലാറിംഗോസ്കോപ്പ്? കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മുടെ തൊണ്ടയിലേക്കും അല്ലെങ്കിൽ ശ്വസന നാളത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ബോക്സിലേക്കും നോക്കാനായിട്ട് ഡോക്ടർമാര് ചിലപ്പോ ഒരു ചെറിയൊരു ഉപകരണമാണ് വോയിസ് ബോക്സിലോട്ടും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ശ്വസന നാളത്തിലോട്ടൊക്കെ ലങ്സിലോട്ടൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി ഒരു മീൻസ് ഡോക്ടർ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഉപകരണമാണ് ഈ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളുടെ ഇപ്പൊ തലയുടെയും കഴുത്തിന്റെയും തകരാറുകളൊക്കെ കണ്ടെത്താനും അല്ലെങ്കിൽ ലങ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ളത് കണ്ടെത്താൻ ലാറിംഗോ എന്ന് പറയുമ്പോൾ എന്താണ്? ലാറിങ്സ് കേട്ടോ. ലാറിങ്സ് മീൻസ് ലങ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും വോയിസ് ബോക്സിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വൺ വേർഡിലൊന്ന് എഴുതണോ ലാറിംഗോസ്കോപ്പ് എന്താണെന്നുള്ളത്? ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണോ? വേണോ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ലാറിംഗോസ്കോപ്പ് എന്ന് എഴുതാം. ലാറിംഗോസ്കോപ്പ്.
ലാറിംഗോസ്കോപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം. കോപ്പിയുള്ളവർ കോപ്പിയിൽ തന്നെ എഴുതിക്കോളൂ കേട്ടോ. ഇല്ലാത്തവർ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളൂ. ലാറിംഗോസ്കോപ്പ് എന്താണെന്ന് പറയാം, എഴുതിക്കോളൂ കേട്ടോ. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ഈസ് എ പ്രൊസീജിയർ. ഈസ് എ പ്രൊസീജിയർ. ഇതൊരു പ്രൊസീജിയർ ആണ് അല്ലെ? ഈസ് എ പ്രൊസീജിയർ. ഈസ് എ പ്രൊസീജിയർ. ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ is a procedure. Health care providers, അതായത് ഡോക്ടേഴ്സിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എഴുതിയോ? അത്രയും. is a procedure. Health care providers used to examine പെട്ടെന്ന് ഇതിനെ used to examine your larynx ലങ്സിലേക്ക് വോയിസ് ബോക്സ് എന്നൊക്കെ പറയുമല്ലെങ്കിൽ your larynx LARYNX കേട്ടോ. സ്പെല്ലിങ് LARYNX larynx. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഒന്നുകൂടെ പറയാം. ഈസ് എ പ്രൊസീജിയർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് യൂസ് ടു എക്സാമൈൻ യുവർ ലാറിങ്സ്. നമ്മളുടെ വോയിസ് ബോക്സിലോ മീൻസ് ലങ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ ആദ്യം കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എഴുതാത്തവരാണെങ്കിൽ നോക്കാം. ഈസ് എ പ്രൊസീജിയർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് യൂസ് ടു എക്സാമൈൻ ലാറിങ്സ്. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? Then next one, bronchoscope. എന്താ ബ്രോങ്കോസ്കോപ്പ്? നമ്മൾ ബ്രോങ്കോസൈറ്റ് പഠിച്ചായിരുന്നു. ഒരു അസുഖം എന്തായിരുന്നു ബ്രോങ്കോസൈറ്റ്? ഓർമ്മയുണ്ടോ? ബ്രോങ്കോസൈറ്റ് പഠിച്ചിട്ടുണ്ടോ? ആ, ചുമ അല്ലെ, വിട്ടുമാറാതെ നീണ്ടു നിൽക്കുന്ന ഒരു 3 മാസത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന നമ്മൾ വിട്ടുമാറാത്ത ചുമേനെയൊക്കെ നമ്മൾ ബ്രോങ്കോസൈറ്റ് എന്ന് പഠിച്ചു അല്ലെ? അപ്പോ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോങ്കോസ്കോപ്പ് അതായത് നമ്മളുടെ ശ്വാസകോശങ്ങളും നമ്മളുടെ ഹൃദയത്തിന്റെ വാൽവുകളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത് പറഞ്ഞാല്. ഇത് ചെയ്യുന്നത് കൂടുതലും പൾമനോളജിസ്റ്റ് ആണ് ഇത് ചെയ്യുന്നത് അല്ലെ? ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡോക്ടർ ആരാണ്? പൾമനോളജിസ്റ്റ് ആണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡോക്ടർ. ആ ഡോക്ടേഴ്സ് ആണ് ഈ ഒരു ബ്രോങ്കോസ്കോപ്പിയിൽ ചെയ്യുന്നത്. ശ്വാസകോശത്തിലെയും അല്ലെങ്കിൽ വാൽവുകളുടെ ഹൃദയ വാൽവുകളും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നമുക്ക് വൺ വേർഡിൽ ഒന്ന് എഴുതി വെക്കാം. എഴുതാം. ബ്രോങ്കോസ്കോപ്പി. ഓക്കെ, ബ്രോങ്കോസ്കോപ്പ് എന്ന് എഴുതാം കേട്ടോ. ബ്രോങ്കോസ്കോപ്പ് എന്ന് എഴുതാം. ബ്രോങ്കോസ്കോപ്പ് എന്ന് എഴുതാം. ഒരു ഹൈഫൻ ഇടാം. എന്നിട്ട് എഴുതിക്കോളൂ ബ്രോങ്കോസ്കോപ്പ്. ഒരു കുഞ്ഞ് ഹൈഫൻ ഇട്ടിട്ട് is a procedure is a procedure that doctors is a procedures that doctors look at your lungs നമ്മുടെ ലങ്സിൽ പരിശോധിക്കുന്നതാണ്. look at your lungs is a procedure that doctors look at your lungs and air passage ഹൃദയത്തിന്റെ വാൽവുകളിൽ ലങ്സിലൊക്കെ എയർ പാസേജും മറ്റും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രോങ്കോസ്കോപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? വൺസ് മോർ റിപ്പീറ്റ് ചെയ്യണോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ
അപ്പോ നമ്മൾ തെറാപ്റ്റിക്കിൽ വരുന്നതാണ് നെബുലൈസർ ആൻഡ് ലാറിംഗോസ്കോപ്പും ബ്രോങ്കോസ്കോപ്പും. എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് ചോദിക്കണേ. നോട്ട്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് ഡിസ്കസ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോ നമ്മൾ ഡയഗ്നോസ്റ്റിക്കിൽ നോക്കി, തെറാപ്റ്റിക്കിൽ എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് മോണിറ്ററിങ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു മോണിറ്റർ ഉണ്ടെന്ന്, ഒരു ഉപകരണമാണെന്ന് അല്ലെ. എന്തൊക്കെയാണ് മോണിറ്ററിങ് വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ എന്നാണ് നോക്കുന്നത് കേട്ടോ. പൾസ് ഓക്സിമീറ്റർ, പൾസ് ഒക്കെ നോക്കുന്ന പൾസ് ഓക്സിമീറ്റർ, അതുപോലെ കാർഡിയാക് മോണിറ്റർ അല്ലെ, ഇതിന്റെ കാർഡിയാക് മോണിറ്റർ, അതുപോലെ ECG മെഷീൻ. ഇതാണ് മോണിറ്ററിംഗിൽ വരുന്ന 3 കാര്യങ്ങൾ. പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ. കുഴപ്പമില്ലല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന്. മറ്റ് ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ നോക്കാം. IV സെറ്റ്. എന്താണ് IV സെറ്റ്? ആർക്കെങ്കിലും അറിയോ? കണ്ടിട്ടുണ്ടോ IV സെറ്റ്? നമ്മളെല്ലാരും കണ്ടിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് അതിന്റെ പേരറിയില്ല എന്ന് മാത്രം അല്ലെ. എന്താണ് IV സെറ്റ്? ഡ്രിപ്പാണ് അല്ലെ. നമ്മള് ഹോസ്പിറ്റലിൽ പോയി കയ്യിലൊക്കെ ഇൻട്രാവീനിയസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ട്രിപ്പ് ഇടാൻ നമുക്ക് പറയില്ലേ, നമ്മൾ ട്രിപ്പ് ഇടൂലേ. മീൻസ് മരുന്ന് ഒരു സ്റ്റാൻഡില് മരുന്നിന്റെ എടുത്തുകൊണ്ട് നമ്മളുടെ കയ്യില് മീൻസ് ഇട്ടിട്ടുണ്ടേ മരുന്ന് മെഡിസിൻ കയറിയേ. അപ്പോ ആ ഒരു IV ദ്രാവകത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുന്നു വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നോക്കണേ. നമ്മൾ ആ ഒരു IV ആ ഒരു മെഡിസിൻ നമുക്ക് ഇങ്ങനെ മെഡിസിന്റെ ട്യൂബ് വഴിയിൽ നമ്മുടെ കയ്യിലേക്ക് കയറുന്നത്, ആ മെഡിസിന്റെ ആ കുപ്പിയുടെ താഴെ ഒരു ചെറിയൊരു വൈറ്റ് കളറിലെ ചെറിയൊരു ഇതുണ്ട്. അത് അവര് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഇല്ലേ. അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ? ആ ഒരു കുഞ്ഞു തുള്ളിയായിട്ടല്ല ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു ട്യൂബിൽ കൂടി ഇങ്ങനെ വീഴുന്നത് അല്ലെ. അപ്പൊ അത് ഒരു ട്രിപ്പിട്ടൊരു പകുതി ഒരു പകുതി മുക്കാലൊക്കെ കഴിയുമ്പോൾ നഴ്സുമാർ വന്നിട്ട് അതിന്റെ ആവശ്യം വ്യത്യാസപ്പെടുത്തും ഇല്ലേ. അപ്പൊ കുറച്ച് തുള്ളി സ്പീഡ് കൂടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്കറിയില്ല, പക്ഷെ നഴ്സുമാര് വന്നിട്ട് ആ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ടൊന്നും ആ ഒരു ചെറിയൊരു വൈറ്റ് കളറിലെ ഒരു ചെറിയൊരു സംഭവമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് IV സെറ്റ് എന്നാണ് ഈ സംഭവത്തിന്റെ പേരെന്നാണ് ഇവിടെ. യാഥാർത്ഥ്യം ഇതാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാവരും ഞാൻ ഈ പറഞ്ഞൊരു സംഭവം? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം, ഒരു ചെറിയൊരു ഇത് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ആ വന്ന ലിക്വിഡിന്റെ ആ തുള്ളി അതിന്റെ അളവ് കൂട്ടാനും നമുക്ക് സ്ലോവിൽ ഇടാനും പറ്റും, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റിൽ ഇടാനും പറ്റും അല്ലെ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. നഴ്സുമാർ വന്നിട്ട് ചിലപ്പോൾ തീരാറാകുമ്പോഴേക്കും അതൊന്ന് കൂട്ടിയിടാറുണ്ട്. നമ്മൾ ഓർക്കും ഇത് തീരണില്ലല്ലോ, എത്ര നേരമായി ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീണോണ്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അവർ വന്നിട്ട് അത് സെറ്റ് ചെയ്യും ഇങ്ങനെ. ആ ഒന്ന് ദ്രാവകത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന സെറ്റ് ചെയ്യുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് IV സെറ്റ്. ഓക്കെ, മനസ്സിലായോ? IV സെറ്റ്. ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സന്ദർശിക്കാനൊക്കെ പോകുമ്പോ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പറയാൻ പറ്റും ഇതിന്റെ പേര് IV സെറ്റ് എന്നാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല ഇത്ര നാള് ഇതെന്ത് സംഭവം നമുക്കറിയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവം കാണുമ്പോ തന്നെ IV സെറ്റ് ആണെന്ന് അപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ. പറയില്ലേ? പറയോ? എന്ത് പറ്റി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഈ വെറുതെ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്നത് ആകരുത് ഒരിക്കലും. ഓക്കെ, നമ്മളുടെ ജീവിതത്തിൽ അതുമായിട്ട് എന്താ പറയാ, അതിനോടൊന്നും താരതമ്യപ്പെടുത്തി പഠിക്കാം. ഓക്കെ, അപ്പൊ IV സെറ്റ് ഓക്കെയാണ്. ദെൻ ട്രാക്കിയോസ്റ്റോമി കേട്ടിട്ടുണ്ടോ? ട്രാക്കിയോസ്റ്റോമി കേട്ടിട്ടുണ്ടോ ആരെങ്കിലോ? ട്രാക്കിയോസ്റ്റോമി. ട്രാക്കിയോസ്റ്റോമി ബ്രീത്തിങ്ങിന് വേണ്ടി ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രീത്തിങ്ങിന് വേണ്ടി, ശ്വാസം എടുക്കുന്നതിന് വേണ്ടി ഈ ശ്വസന നാളം ശസ്ത്രക്രിയ ശ്വസിക്കാനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഇടുന്നതിനെയാണ് ഈ ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ശ്വസനത്തിന് വേണ്ടി കേട്ടോ, ബ്രീത്തിങ്ങിന് വേണ്ടി ഹെൽപ്ഫുൾ ആകാൻ, ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്യൂബ് ഈ ശ്വസന നാളത്തിൽ കൂടി കയറ്റുന്നതിനെയാണ് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. കച്ചപ്പെടുന്ന മേരക്കെയാണ്, കുഴപ്പമില്ല. ട്രാക്കിയോസ്റ്റോമി പേര് മാത്രം പഠിക്കുക, എന്താണ് സംഭവം അറിഞ്ഞിരിക്കുക. ട്രാക്കിയോസ്റ്റോമി അതായത് നെക്കിൽ കൂടിയൊക്കെ കഴുത്തിൽ കൂടിയൊക്കെ ഒരു ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് ശ്വസിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ട്രാക്കിയോസ്റ്റോമി എന്ന് എഴുതിയെടുക്കണോ?
ട്രാക്കിയോസ്റ്റോമി നേരത്തെ എഴുതിയതുപോലെ ഒരു 1 വേർഡിൽ എഴുതിയെടുത്തോളൂ. എഴുതാം നമുക്കൊന്ന് ചെറിയൊരു കുഞ്ഞിതാക്കിയോ. ട്രാക്കിയോസ്റ്റോമി എഴുതിക്കോളൂ കേട്ടോ. ട്രാക്കിയോസ്റ്റോമി എന്ന് എഴുതാം, അതിനൊരു കുഞ്ഞു ഹൈഫൻ ഇടാം. ട്രാക്കിയോസ്റ്റോമി എഴുതിയോ? എന്നിട്ട് എഴുതിക്കോളൂ. ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. മീൻസ് ഉള്ളിൽ കൂടെ ട്യൂബ് കടത്തണല്ലേ. സർജിക്കൽ പ്രൊസീജിയർ ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ is a surgical procedure to create is a surgical procedure to create is a surgical procedure to create an opening is a surgical procedure to create an opening through the neck കഴുത്തിലെ നെക്ക് through the neck into the ട്രാക്കിയോ നമ്മളതില്ലേ ട്രാക്കിയ TRACHEA ട്രാക്കിയ തൊണ്ടയിൽ കൂടി ഒരു ട്യൂബ് ഇടുന്നത്. ഒന്നും കൂടി പറയാം. is a surgical procedure to create an opening through the neck into trachea. കംപ്ലീറ്റ് ആയോ? ഓക്കെ. ഇനി എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തൊന്ന് എഴുതണേ. ഓക്കെ. അപ്പൊ നമ്മൾ എക്യുപ്മെന്റ്സ് നോക്കി. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റിനകത്തോട്ട് പോണേണ്. എക്യുപ്മെന്റ്സ് ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഫങ്ഷൻസ് ഓഫ് OPD. എന്തൊക്കെയാണ് OPDയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാത്തവര് ക്ലാസ്സിന് ശേഷം ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ചോദിക്കണേ. ഓക്കെ. ഫങ്ഷൻസ് ഓഫ് OPD കേട്ടോ. അപ്പൊ നമുക്കിനി OPD പഠിച്ചു. OPDയിലെ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലെ. OPDയിൽ വന്ന ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് OPD. എന്തൊക്കെയാണ് OPDയുടെ ധർമ്മങ്ങൾ കേട്ടോ. OPDയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ഏർലി ഡയഗ്നോസിസ്. കട്ടീവ് ആൻഡ് പ്രിവെന്റീവ് ആൻഡ് പ്രീപേസസ്. എന്താണ് പറയുന്നത്? ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയം അല്ലെ. ഇൻസ്ട്രുമെന്റില് ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ. ഇൻസ്ട്രുമെന്റിൽ ഒരെണ്ണം വിട്ടുപോയി. ഒരാൾ പറഞ്ഞോളല്ലോ, ബാക്കി എല്ലാവരും എന്തോ കണ്ടില്ലേ. സോറി, ഇവിടെ വിട്ടുപോയിട്ടോ. ട്രാക്കിയോസ്റ്റോമി കഴിഞ്ഞിട്ടേ ഇൻസ്ട്രുമെന്റ് ട്രോളി കൂടി ഉണ്ട് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ട്രോളി മനസ്സിലായില്ലേ? നമ്മള് ഉപകരണങ്ങളൊക്കെ സിറിഞ്ചും മറ്റും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രോളി പോലത്തെ സംഭവത്തിൽ നഴ്സസ് ഒന്നിക്കൊണ്ട് വരില്ലേ വാർഡിലോട്ടും മറ്റും റൂമിലോട്ടൊക്കെ വരുമ്പോഴേ ഇതെല്ലാം കൂടി കൈ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു ട്രോളി പോലത്തെ ഒരു സംഭവത്തിൽ കൊണ്ടുവരും. കണ്ടിട്ടുണ്ടോ? മനസ്സിലായോ സംഭവം എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ഫങ്ഷൻസ് നോക്കാം കേട്ടോ. ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി അടിസ്ഥാനത്തിൽ എന്താ പറയാ, നേരത്തെയുള്ള രോഗനിർണയം, കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് എന്താ പറയാ രോഗനിർണയം. പ്രിവെന്റീവ് മീൻസ് എന്താണ്? പ്രതിരോധം. കറക്റ്റീവ് മീൻസ് രോഗശമനം എന്നാണ് കേട്ടോ. രോഗശമനം എന്ന് വെച്ചാല് രോഗത്തിന് നമ്മൾ ഇല്ലാതാക്കുക എന്നൊക്കെ പറയില്ലേ.
ശമനം. അപ്പോ ആംബുലേറ്ററി ബേസിസിലുള്ള എന്താണ് നേരത്തെയുള്ള രോഗനിർണയവും പ്രതിരോധവും രോഗശമനവും ഇതെല്ലാം ഒരു OPDയുടെ ഫംഗ്ഷൻ ആണ്. ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ്, പ്രിവെന്റീവ്, റീഹാബിലിറ്റീവ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്, നല്ല രീതിയിലുള്ള അല്ലെ ആംബുലേറ്ററി അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചികിത്സ. ഈ ആംബുലേറ്ററി ബേസിസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചികിത്സാപരമായിട്ടുള്ളത് തന്നെയാണ് ഈ ആംബുലേറ്ററി ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റിനെ ആള് സ്റ്റേബിൾ ആയിട്ട് ഒന്ന് നടപ്പിക്കുകയൊക്കെ ചെയ്യില്ലേ? ഇല്ലേ? നമ്മളൊരു സർജറി ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി വിടാറുണ്ടോ? അങ്ങനെ വിടോ? വീട്ടിലേക്ക് കുറച്ചു നേരം നമ്മുടെ ഒരു 2 ദിവസം 3 ദിവസം ഒക്കെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ആളെ ഒന്ന് നടപ്പിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ? ഒന്ന് ചിലപ്പോൾ നഴ്സുമാരൊന്നും കൂടെ അല്ലെങ്കിൽ നമ്മളോടൊന്ന് നടക്കാനൊക്കെ പറയും. അപ്പൊ അങ്ങനെ അതിലേക്ക് പറയുന്നതാണ് ഈ ആംബുലേറ്ററി കെയർ എന്ന്. കുറച്ചും കൂടി മീൻസ് ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ അങ്ങനെ ആളൊന്ന് നടത്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഫക്റ്റീവ് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ. മൂന്നാമത്തെ പോയിന്റ്, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായിട്ടുള്ള സ്ക്രീനിങ്ങും കാര്യങ്ങളും. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ OPയിൽ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് പേഷ്യന്റിനെ അല്ലെ, ആ ഒരു സ്ക്രീനിങ്. ദെൻ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. രോഗിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും അവർക്കുള്ള ഫോളോ അപ്പുകളൊക്കെ കൊടുക്കും അല്ലെ, പരിചരണവും ആ ഒരു പിന്തുണയും കൊടുക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ ഒരു 10 ദിവസം കഴിയുമ്പോൾ ചിലപ്പോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ചെക്കപ്പിനൊക്കെ വരാനായിട്ട് പറയാറുണ്ട്. ഫോളോ അപ്പ് അല്ലെ, അപ്പൊ അതിനാണ് ഈ ഫോളോ അപ്പ് കെയറും അങ്ങനെയുള്ള ഡിസ്ചാർജിന് ശേഷവും ആ ഒരു ഫോളോ അപ്പ് കെയറുകൾ പേഷ്യൻസിന് നൽകുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ അല്ലെ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുക. അതിന്റെയൊക്കെ കുറച്ച് ആരോഗ്യ വിദ്യാഭ്യാസം മീൻസ് ഹെൽത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അങ്ങനെയുള്ള രീതികളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് വൺ, റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ്, എന്താ റെൻഡറിങ് മീൻസ്? റെൻഡറിങ് കേട്ടിട്ടുണ്ടോ? റെൻഡറിങ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ റെൻഡറിങ് വിശദീകരിക്കുക മീൻസ് വിശുദ്ധീകരിക്കുക. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. റെൻഡറിങ് മീൻസ് വിശദീകരിക്കുക. അപ്പോ ഇവിടെ റെൻഡറിങ് നിർദ്ദേശിക്കുന്നത് എന്താണ്? അതായത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. പ്രിവെന്റീവ് മീൻസ് തടയുക, അതായത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വിശദീകരിക്കുക. ഇനി അതുപോലെ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ എന്ത് ചെയ്യുക? പ്രൊമോഷൻ മീൻസ് എന്താ? പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ എന്ത് ചെയ്യുക? ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു OPDയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പരിപാടി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചോളൂ. കുഞ്ഞു പോയിന്റ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഏർലി ഡയഗ്നോസിസും കറക്റ്റീവ് പ്രിവെന്റീവ് ചെയ്യുക. അതുപോലെ തന്നെ ആംബുലേറ്ററി ബേസിസിൽ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് നൽകാം. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ, ഫോളോ കെയർ, ഡിസ്ചാർജിന് ശേഷവും ഫോളോ അപ്പും കെയറുകളും കാര്യങ്ങളൊക്കെ നൽകുക. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് റെൻഡറിങ് ചെയ്യുക, വിശദീകരിക്കുക. അങ്ങനെയുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങളും. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷന് നമ്മൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഹെൽത്തിന് ആരോഗ്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു OPDയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ച് മനസ്സിലാക്കാനുള്ള കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. പ്രിവെന്റീവ് മീൻസ് പ്രതിരോധ ഹെൽത്ത് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ? പ്രതിരോധിക്കാൻ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യില്ലേ? പ്രതിരോധ മരുന്നുകളൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. വരാതിരിക്കാനും അങ്ങനെയുള്ള ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കേട്ടോ. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വെൽ ബേബി ക്ലിനിക്സ് അല്ലെ. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള നല്ലൊരു ബേബി ക്ലിനിക്സുകൾ അല്ലെ, നല്ല രീതിയിലുള്ള ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ക്ലിനിക്കുകളും മറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, ANC. എന്താണ് ANC? പറഞ്ഞതാണ് കേട്ടോ, ഓർമ്മയുണ്ടാ നോക്കട്ടെ. ANC എന്താണ്? ANC ആർക്കും ഓർമ്മയില്ലേ?
ആ അപർണ. ഓക്കെ, അപർണ പറഞ്ഞു കേട്ടോ. അപർണയ്ക്ക് മാത്രം ഓർമ്മയുള്ളോ? ബാക്കി ആരും നിങ്ങൾ ക്ലാസ്സിൽ എത്ര വട്ടം ഞാൻ പറഞ്ഞു ANC ഓർമ്മയുണ്ടോ? ആന്റിനേറ്റൽ കെയർ കേട്ടോ. ആന്റിനേറ്റൽ കെയർ എന്താണ്? ആന്റിനേറ്റൽ കെയറിങ് പ്രഗ്നൻസി ടൈമിലെ കെയറിങ്ങും കാര്യങ്ങളും ഓർമ്മയില്ലേ പറഞ്ഞത്? നവജാത ശിശുക്കളല്ല, അത് നിയോനേറ്റൽ കേട്ടോ. മാറിപ്പോകരുത്. നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു ANC-യും അല്ലെങ്കിൽ മറ്റേ നവജാത ശിശുക്കളുടെ അതെന്താ പറഞ്ഞത്? നമ്മള് NICU അല്ലേ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? നിയോനേറ്റൽ ആണ് കേട്ടോ. ANC ആന്റിനേറ്റൽ എന്ന് വെച്ചാല് പ്രഗ്നൻസി ടൈമിലുള്ള കെയറിങ്ങും കാര്യങ്ങളാണ് എന്ത്? ANC. ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോളണം കേട്ടോ, മാറിപ്പോകരുത്. നവജാത ശിശുക്കളുടെയും ANC തമ്മിൽ മാറിപ്പോകരുത്. ANC ആന്റിനേറ്റൽ കെയർ അറിയാത്തവരാണെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളൂ. എക്സാമിനെ എപ്പോഴും ചോദിച്ചു വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ANC. അതിൽ കൺഫ്യൂഷൻ ഇട്ടിട്ടുള്ള മീൻസ് കൺഫ്യൂഷൻ തരത്തിലുള്ള ഓപ്ഷൻസുമായിരിക്കും തരുന്നത് മിക്കവാറും കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം പഠിക്കണം എടുത്തെടുത്ത് പറഞ്ഞത്. ഓക്കെ, ANC ആന്റിനേറ്റൽ കെയറിങ്, അതുപോലെ തന്നെ മാരേജ് കൗൺസിലിംഗ്, പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര, രക്ഷാകർത്തൃ അതിന്റെ ഒരു മീൻസ് ആ ഒരു എന്താ വിവാഹ കൗൺസിലിങ്ങും രക്ഷാകർത്തൃത്വം അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ദെൻ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകൾ, സ്കൂളിൽ അങ്ങനെയുള്ള ഹെൽത്ത് ക്ലിനിക്കുകളൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല്? അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? കേട്ടിട്ടുണ്ടോ? സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് പകർന്ന് പിടിക്കുകയെ, ഒരാൾക്ക് വന്നു അടുത്താൾക്ക് വന്നു എന്നൊക്കെ പറയില്ലേ? പകർച്ചവ്യാധി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പകർച്ചരോഗം, പകർച്ചവ്യാധി, അതാണ് മീൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പകർച്ചവ്യാധികളൊക്കെ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ പനി, വൈറസ് അങ്ങനെയുള്ള ഈ ചുമ, പനി അതൊക്കെ പകർച്ചവ്യാധികള്, വയറിളക്കം, ഛർദി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇത് പകർച്ചവ്യാധികളാണ്. അതിനൊക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ്. ക്രോണിക് ഡിസീസസ് എന്താണ്? ക്രോണിക് കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാല് പകർച്ചവ്യാധി, ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണിക് ഡിസീസസ് കേട്ടിട്ടുണ്ടോ? ലൈക്ക് എക്സാമ്പിൾ വിട്ടുമാറാത്തത് കേട്ടോ, വിട്ടുമാറാത്തത്. അതായത് ഒരു 3 മാസത്തോളം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. ക്രോണിക് ഡിസീസസ് നീണ്ടു നിൽക്കുന്ന, കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖങ്ങളാണ് എന്ത് പറയുന്നത്? ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോ എക്സാമ്പിൾ നോക്കി നിങ്ങള് ക്യാൻസർ, TB എക്സെട്ര. TB പേഷ്യൻസ് എന്നൊക്കെ പറയില്ലേ നമ്മള്? വർഷങ്ങളോളം അങ്ങനെ TB ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാൻസർ വന്നതും പെട്ടെന്നൊരു പനി വന്ന് മാറുന്നത് പോലെ ക്യാൻസർ എന്ന് പറഞ്ഞ ഡിസീസസ് മാറാറുണ്ടോ? ഇല്ല. അതിന് ഒത്തിരി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? മെയിൻ ആയിട്ട് ക്രോണിക് ഡിസീസസിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ക്യാൻസർ ആൻഡ് TB. ഓക്കെ, ക്യാൻസറും TB-യും ക്രോണിക് ഡിസീസസിന്റെ എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്രോണിക് ഡിസീസസ് ആണ് ക്യാൻസർ, TB. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാല് പകർച്ചവ്യാധികൾ, മീൻസ് പകരുന്ന രോഗങ്ങളില്ലേ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വായുവിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ. ക്രോണിക് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ. ഓക്കെ, then next one, health education and nutritional advice. Health education and nutritional advice. അതായത് ആരോഗ്യ വിദ്യാഭ്യാസവും അതുപോലെ പോഷകാഹാരങ്ങളെ കുറിച്ചിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. റീഹാബിലേഷൻ ആൻഡ് പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. റീഹാബിലേഷൻ മീൻസ് പുനരധിവാസം. നമ്മൾ പറഞ്ഞില്ലേ റീഹാബിലേഷനിൽ വരുന്നത് എന്താണ്? ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും അല്ലെ? അപ്പൊ റീഹാബിലേഷൻ. അതുപോലെ തന്നെ പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. ഹാൻഡിക്യാപ്പ് എന്താണ്? വൈകല്യങ്ങളൊക്കെ. അപ്പൊ പ്രതിരോധങ്ങളും അങ്ങനെയുള്ള വൈകല്യങ്ങളും മറ്റും. ഇത്രയുമാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ OPV നൽകുന്ന പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക കമ്മ്യൂണിക്കബിൾ ഡിസീസസും ദെൻ ക്രോണിക് ഡിസീസസും ഒന്ന് പഠിച്ചു വെക്കുക. കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികള്, ക്രോണിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിട്ടുമാറാത്ത അസുഖങ്ങളാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ബാക്കി വലിയ ബുദ്ധിമുട്ടില്ല. ANC ആന്റിനേറ്റൽ കെയറിങ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓക്കെ ആയോ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ടൈപ്സ് ഓഫ് OPV.
ടൈപ്സ് ഓഫ് ഒ പി ഡി. എത്ര തരത്തിലുള്ള ഒ പി ഡി ഉണ്ടെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് ഒ പി സർവീസസ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്പ്. എന്തൊക്കെയാണ്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും. സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഒന്നിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒരെണ്ണം പഠിക്കാതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലൈസ്ഡ് എന്നൊക്കെ പറയില്ലേ? എന്താ സെൻട്രലൈസ്ഡ് മീനിങ്? കോമൺ ആയിട്ട് പറയണമെങ്കിൽ ഹോസ്പിറ്റലൊക്കെ നോക്കണ്ട. കോമൺ ആയിട്ട് പറയണമെങ്കിൽ എന്താ സെൻട്രലൈസ്ഡ് നമ്മൾ പറയാറുണ്ടല്ലോ പൊതുവെ ആ ഒരു ടേം. എന്താ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് മലയാളത്തിൽ എന്താ പറയാ? മെയിൻ ഫുള്ള്. ഓക്കെ, എവിടെയൊക്കെ വന്നിട്ടുണ്ട്. കേന്ദ്രീകൃതം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ മലയാളത്തില്? കേന്ദ്രീകൃതം. ഓക്കെ, കേന്ദ്രീകൃതമായിട്ടുള്ള, അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. കേന്ദ്രീകൃതം മലയാളത്തിലൊക്കെ മേളിൽ എഴുതി വെച്ചോളൂ. അല്ലെങ്കിൽ നാളെ പോയി വായിക്കുമ്പോ, നാളെ പോയി നിങ്ങൾ വായിക്കില്ല എനിക്കറിയാം, ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. എന്ത് ചെയ്യാ? സെൻട്രലൈസ്ഡ് മീനിങ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. കേന്ദ്രീകൃത ഔട്ട് പേഷ്യന്റ് സർവീസ്. കേന്ദ്രീകൃത ഔട്ട് പേഷ്യന്റ് സർവീസ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കേന്ദ്രീകൃതത്തിന്റെ ഓപ്പോസിറ്റ്. ചെറിയ ക്ലാസ്സിലെ വിപരീതം അത് പഠിച്ചിട്ടില്ലേ? മലയാളത്തില് അർത്ഥവും വിപരീതവും ഒക്കെ പഠിച്ചിട്ടുണ്ടാ? എന്താ മലയാളം പഠിച്ചിട്ടില്ലേ നിങ്ങള്? വികേന്ദ്രീകൃതം. അർത്ഥമൊക്കെ നമുക്ക് ഇനി വിപരീതം കൂടി പഠിക്കാം. മലയാളമൊക്കെ പഠിക്കാട്ടാ. അപ്പോ വികേന്ദ്രീകൃതം അല്ലെ? അല്ലാത്തത്. ഓക്കെ, കേന്ദ്രീകൃതത്തിന്റെ ഓപ്പോസിറ്റ് വികേന്ദ്രീകൃതം. അപ്പൊ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത ഔട്ട് പേഷ്യന്റ് സർവീസ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാലോ വികേന്ദ്രീകൃത ഔട്ട് പേഷ്യന്റ്. ഇനി രണ്ടും എന്താണെന്ന് നോക്കാം. എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സെൻട്രലൈസ്ഡ് നോക്കാം. സെൻട്രലൈസ്ഡിൽ പറയുന്നത് എന്താണ്? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസേൺ ഏരിയ which include all diagnostic and therapeutic facilities are being provided in same place. അതായത് എല്ലാ സർവീസസും ഒറ്റ ഇതിൽ സംക്ഷിപ്തമായിരിക്കും. കൺസൈസ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംക്ഷിപ്തമായിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോ എല്ലാ സർവീസസുകളും, അതായത് ഡയഗ്നോസ്റ്റിക്കുകളായാലും തെറാപ്റ്റിക് ഫെസിലിറ്റീസ് ആയാലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെയിം പ്ലേസിൽ തന്നെയായിരിക്കും. ആ ഒറ്റൊരു എന്താ പറയാ, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. എല്ലാം ഒറ്റ ഏരിയയിൽ തന്നെ ആയിരിക്കും. തെറാപ്റ്റിക് ഫെസിലിറ്റീസും ഈ രോഗനിർണയങ്ങളും മറ്റു ലാബും കാര്യങ്ങളും അതുപോലെ തെറാപ്റ്റിക് ആയിട്ടുള്ള നെബുലൈസേഷനും മറ്റങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ല തെറാപ്റ്റിക്കിൽ വരുന്നത്. ഇതെല്ലാം ഒറ്റ പ്ലേസിലായിരിക്കും, ഒറ്റ ഇതിലായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ കേന്ദ്രീകൃതം. എല്ലാം കൂടി എന്തായിരിക്കും? ഒറ്റ ഏരിയയിലായിരിക്കും. അതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ്. എല്ലാം ഒറ്റ ഇതിലായിരിക്കോ? ഓപ്പോസിറ്റ് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ്? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക്കും എല്ലാം കൂടി ഒറ്റ പ്ലേസിലായിരിക്കും. പലയിടത്തും. ഓക്കെ, വെരി ഗുഡ് അല്ലെ? ഡിഫറെന്റ് സെക്ഷനിൽ വായിച്ചു നോക്കാം. അത് തന്നെയാണോ നോക്കാം. ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് നോക്കാം. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. സെൻട്രലൈസ്ഡ് പഠിക്കാം. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ സെയിം പ്ലേസിലാണ്. എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം പ്ലേസിലാണ്. അതിനെ നമ്മൾ എന്ത് പറയും? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലെ? ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ എന്താ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ? എളുപ്പമാണോ? മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ കുട്ടികൾക്ക് വരെ മനസ്സിലാകും. അത്രയും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ. അപ്പോ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഒക്കെയാണല്ലോ. ഈ ആവശ്യത്തേക്ക് നോക്കണ്ട. ഇനി നെക്സ്റ്റ് നോക്കാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ടൈപ്പ് ഓഫ് പേഷ്യൻസിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ടൈപ്പിലെ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം.
ജനറൽ ഔട്ട് പേഷ്യന്റ്. എന്താണ് ഒരു ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് നോക്കാം കേട്ടോ. നോക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ്, ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ടഡ് ഡയറക്ട്ലി ടു OPD. എമർജൻസി പേഷ്യന്റ് ഒഴികെ വരുന്ന എല്ലാ പേഷ്യൻസുകളും ഡയറക്ട്ലി OPD-യിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം, അല്ലെ? നമ്മൾ ഫസ്റ്റ് വരുമ്പോ OPD-യിലേക്ക് ആദ്യം ചെല്ലുന്നത്. നേരെ പോയി നിങ്ങൾ ഡോക്ടറെ കാണാൻ വന്നു, ഹോസ്പിറ്റലിൽ വന്നു, നേരെ ഓടിപ്പോയി ഡോക്ടറിന്റെ റൂമിൽ കയറാറുണ്ട് ആരെങ്കിലും? അങ്ങനെയാണോ കയറുന്നത്? അങ്ങനെയാണോ? ആണോ? എന്ത് പറ്റില്ല? അവര് ഉറങ്ങിപ്പോയോ? അല്ല, നമ്മൾ ആരും നേരെ ഓടിപ്പോയി ഡോക്ടറിന്റെ റൂമിൽ പോയി കയറാറില്ല. നമ്മൾ OPD പോയിട്ട് ചീറ്റൊക്കെ എടുത്തിട്ടല്ലേ കയറുന്നത്. ഇനി അതർ ദാൻ എമർജൻസി കേസ് ഒഴികെ, എമർജൻസി കേസസ് ആണെങ്കിൽ OPD പോയി ചീട്ടൊന്നും എടുക്കില്ല, അല്ലെ? ആദ്യം തന്നെ ഫസ്റ്റ് ഫർദർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തതിനു ശേഷം പോയിട്ട് എന്ത് ചെയ്യും? ആളുടെ ഡീറ്റെയിൽസും പേരൊക്കെ എഴുതിയിട്ട് ചീട്ടെടുക്കും. ആദ്യം ട്രീറ്റ്മെന്റിന്റെ ആവശ്യം. അപ്പോ എമർജൻസി പേഷ്യൻസ് ഒഴികെ വരുന്ന ബാക്കിയുള്ള എല്ലാ പേഷ്യൻസും ഡയറക്ട്ലി വന്ന് റിപ്പോർട്ട് ചെയ്തത് OP-യിലാണ്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജനറൽ ഔട്ട് പേഷ്യന്റ്. ക്ലിയർ ആയോ? എമർജൻസി പേഷ്യന്റ് ഒഴികെ വരുന്ന എല്ലാ പേഷ്യൻസുമാണ് ജനറൽ ഔട്ട് പേഷ്യൻസിൽ ഉൾപ്പെടുന്നത്. എമർജൻസി പേഷ്യന്റ് വരില്ല കേട്ടോ. അതൊഴിച്ചു വരുന്ന ബാക്കി എല്ലാ പേഷ്യൻസും ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ OP-യിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ്. എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്? നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് അറിയാം. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണെന്ന് പറഞ്ഞു നിങ്ങള്. എന്തായിരിക്കും എമർജൻസി ഔട്ട് പേഷ്യന്റ്? A person given emergency medical care for condition. എമർജൻസി കെയർ വേണ്ട ഒരു പേഷ്യന്റ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ജനറൽ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി ഒഴികെ വരുന്ന മറ്റ് എല്ലാ പേഷ്യൻസുമാണ്. സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എമർജൻസി ആയിട്ടുള്ള അത്യാവശ്യം അടിയന്തരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്താണ് referred outpatient? നോക്കാം. A patient referred to OPD by his practitioner for a specific treatment. പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയാം. ഓക്കെ, പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് ഡോക്ടർ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഡോക്ടർമാരെ OP-യിലേക്ക് റെഫർ ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ആണ് റെഫേർഡ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നെണ്ണം ക്ലിയർ ആയോ? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് എമർജൻസി പേഷ്യന്റ് ഒഴുകി വരുന്ന മറ്റെല്ലാ പേഷ്യൻസും എന്താണ്? ജനറൽ പേഷ്യന്റ് ആണ്. എമർജൻസി എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ കെയറിന്റെ ഒരു സിറ്റുവേഷൻ ആകുന്ന പേഷ്യൻസ് ആണ്. റെഫേർഡ് എന്ന് പറഞ്ഞാല് പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ തന്നെ OP-യിലേക്ക് അയക്കുന്ന പേഷ്യൻസ് ആണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊന്ന് വായിച്ചു നോക്കണേ. പെട്ടെന്നൊന്ന് വായിക്കണം കേട്ടോ. ടൈപ്പ് ഓഫ് OPD ഒന്ന് വായിക്കാം. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും അതുപോലെ ബേസ്ഡും ആ 3 ടൈപ്പ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കണേ. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും കുഴപ്പമില്ലല്ലോ. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഏകീകൃതം. എല്ലാ കാര്യങ്ങളും മീൻസ് എല്ലാ കാര്യങ്ങളും ഒറ്റ ഏരിയയിൽ തന്നെ. ഡീസെൻട്രലൈസ്ഡ് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ. 3 ടൈപ്പുകൾ പറഞ്ഞത്. ജനറൽ ഔട്ട് പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി പേഷ്യന്റ് ഒഴുകി വരുന്ന മറ്റ് എല്ലാ പേഷ്യൻസുകളും ഡയറക്ട്ലി OP-യിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആ എല്ലാ പേഷ്യൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ഔട്ട് പേഷ്യന്റ്. അതില് എമർജൻസി പെടുന്നില്ല. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാലോ എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താ?
പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് തന്നെ റെഫർ ചെയ്യുന്ന പേഷ്യൻസ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് കുറച്ചൊരു ചെറിയ കുഞ്ഞു പോയിന്റ് ആണ്, അതും കൂടി ഒന്ന് നോക്കാം. മാനേജീരിയൽ കൺസിഡറേഷൻസ് കേട്ടോ, പ്രത്യേക കൺസിഡറേഷൻ പരിഗണന എന്തൊക്കെയാണ് പരിഗണന കൊടുക്കുന്നത് ഈ OPD കേട്ടോ. നോക്കാം, കുഞ്ഞു പോയിന്റ്സ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ അല്ലെ, പബ്ലിക് റിലേഷൻ ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്, പബ്ലിക്കിനെ നോക്കണ്ടേ. Then warm, എന്താ warm means? warm കമന്റ് ചെയ്യാൻ അറിയാവുന്നവരെ warm എന്താ പറയാ? ഊഷ്മളത എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു സന്തോഷത്തോടു കൂടി മീൻസ് അവരൊരു വാമപ്പല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. വാം മീൻസ് നമ്മൾ സ്വാഗതം ചെയ്യേ, നമ്മളൊരു വ്യക്തിനെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നല്ല രീതിയിൽ നമ്മള് ഭയങ്കര വിഷമിച്ചുകൊണ്ടാണോ ആളെ നമ്മൾ അകത്തോട്ട് കയറ്റിയിട്ടുള്ളത്? അല്ലല്ലോ, നല്ല രീതിയിലായിരിക്കും അവരോട് സംസാരിക്കുന്നത് അല്ലെ, ഒരു പോസിറ്റീവ് ഫീലിലായിരിക്കും സംസാരിക്കുക അല്ലെ. ഇതിനാണ് ഒരു ഊഷ്മളമായിട്ടുള്ള എന്നൊക്കെയുള്ള ഒരു മീനിങ് കേട്ടോ. Then റെസ്പെക്ട് അറിയാലോ. മിനിമം വെയിറ്റിംഗ് അതായത് OPയില് മിനിമം വെയിറ്റിംഗ്, കൂടുതൽ ടൈം ഒന്നും വെയിറ്റ് ചെയ്യിക്കാതെ ആ ഒരു വെയിറ്റിംഗും കാര്യങ്ങളും. Then ക്ലീൻലെസ്, എന്താണ് ക്ലീൻലെസ് മീൻസ് ഒരു വൃത്തികേടായിട്ടുള്ള അങ്ങനെയുള്ള പരിഗണന കൊടുക്കേണ്ട സാഹചര്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നത് OPയിലത്തെ ആ ഒരു സെക്ഷനിൽ പരിഗണന നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഗുഡ് ആംബിയൻസ്, എന്താണ് ആംബിയൻസ് മീൻസ്? ക്ലീൻലെസ് വൃത്തിയായിട്ടുള്ള നല്ലത്. ഇനി ഗുഡ് ആംബിയൻസ്, എന്താണ് ആംബിയൻസ്? ഒരു നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ ക്യാൻറ്റീൻ, ഒരു ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ വേണ്ടേ. അതുപോലെ തന്നെ പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യൻസിനെ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കേൾക്കുക അവര്. അതുപോലെ തന്നെ വെന്റിലേഷൻ എന്താണ്? വെന്റിലേറ്റർ അല്ലട്ടോ അവിടെ പറയുന്നത്, വെന്റിലേഷൻ. റൂമുകൾക്കൊക്കെ വെന്റിലേഷൻ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, എയർ പാസേജ് ഒക്കെ വേണ്ടേ, അങ്ങനെയുള്ള വെന്റിലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു നോക്കുക. ദെൻ വാട്ടർ സപ്ലൈ, വെള്ളം വേണ്ടേ, കുടിക്കാനായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയാലും വെള്ളം വാട്ടർ അത്യാവശ്യമാണ്. സോ വാട്ടർ സപ്ലൈ. അതുപോലെ OPD ടൈമിങ്, OPഡിയിലെ ടൈമും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പക്ക ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക. അല്ലാതെ അവർക്ക് ഇഷ്ടം തോന്നിയ പോലെ വന്നിരിക്കുക പ്രവർത്തിക്കാനല്ല, അതുപോലെ കറക്റ്റ് ഒരു പഞ്ച്വാലിറ്റി കൊണ്ടുവരിക, ടൈമിങ് കാര്യങ്ങളും കൊണ്ടുവരിക. ഇത്രയുമാണ് മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നത്. ഓക്കെ, ഇത്രയും മതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെ. ഒരുപാട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, ബോറായിട്ട് തോന്നും. പോരെ, ഇത്രയും മതിയോ? 5 minutes ഉള്ളൂ, കുഴപ്പമില്ല, ഇത്രയും മതി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഭംഗിയായിട്ട് അത്രയും പഠിക്കണം, ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എടുത്ത് പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എക്യുപ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട് ആദ്യം നോക്കിയത് കേട്ടോ. ഫ്ലോ പാറ്റേൺ ഒന്നും കൂടി പറയാം. ഫ്ലോ പാറ്റേൺ ഒന്നുമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. നമ്മൾ എൻക്വയറിയിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, ഡോക്ടറിനെ കണ്ടു, കൺസൾട്ടേഷൻ റൂമിൽ കയറി, പിന്നെ ഡോക്ടർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മെഡിസിൻ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചു, ദെൻ എക്സിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? നമ്മൾ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഇത് നോക്കി പഠിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ പോയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എൻക്വയറി ചെയ്യുന്നു, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാളിൽ പോയി, ഡോക്ടറെ കണ്ടു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചു, ദെൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ഫങ്ഷൻസിൽ പറയുന്നത്? എന്താണ്? നേരത്തെയുള്ള ആംബുലേറ്ററി ബേസിസിലുള്ള നേരത്തെയുള്ള രോഗനിർണയവും രോഗശമനവും പ്രതിരോധവും ചെയ്യുക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ അഡ്മിഷൻ OPയിൽ സ്ക്രീനിങ് കൊടുക്കുക. ഡിസ്ചാർജ് ആയതിനു ശേഷവും നല്ലൊരു ഫോളോ അപ്പ് കെയറും കാര്യങ്ങളൊക്കെ നൽകുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഹെൽത്തിനെ കൂടുതൽ പ്രൊമോട്ടീവ് ആക്കാം. പിന്നെ എന്താ പറയുന്നത്? പ്രിവെന്റീവ്, പ്രതിരോധ മാർഗങ്ങളൊക്കെ വിശദീകരിക്കുക. ഹെൽത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ, അസുഖങ്ങൾ വരാണ്ടിരിക്കാനും മറ്റും വരുന്ന പ്രതിരോധ മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യുക, ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.
പിന്നെ പ്രിവെന്റീവ് ഹെൽത്തിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ANC ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ആന്റിനേറ്റൽ കെയറിന്. ഓക്കെ, അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് TB ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രോണിക് ഡിസീസസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് ഏതാണ്? ടൈപ്പ് ഓഫ് OPD. മെയിൻ ആയിട്ട് സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ട് അല്ലെ. ട്രാക്കിയോസ്റ്റോമി നമ്മൾ പറഞ്ഞില്ലേ, അതായത് എന്താണ്, ശ്വാസനാളത്തില് അല്ലെങ്കിൽ ശ്വസനത്തിന് വേണ്ടിയിട്ട് ചെറിയ കിടക്കുന്ന ട്യൂബാണ് കേട്ടോ. ഓക്കെ, നോട്ട് ഇനി ഞാൻ പറഞ്ഞത് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണേ. നോട്ട്സ് കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? Yes, ma'am. Okay, ma'am. വളരെ കുറച്ച് ഞാൻ എടുത്തു പോകുന്നുള്ളൂ. കാരണം കുഴപ്പമില്ല, കുറച്ച് പഠിക്കണം, അത്രയും നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. ഒത്തിരി ഒരുപാട് എടുത്തു പോകണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കി പയ്യെ പോകാം. ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. നമുക്ക് സ്വയം അല്ലെ, നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നി ചാപ്റ്റർ? No, ma'am. ബുദ്ധിമുട്ടായിരുന്നോ? No, ma'am. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. ഒരു ആവറേജ്, അത്ര ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. Yes, ma'am. ഓക്കെ, അപ്പോ നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും? Yes, ma'am. Yes, ma'am. Yes, ma'am. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യണം. എല്ലാം കൂടി എക്സാമിന്റെ സമയത്തേക്ക് വേണ്ടി ആരും മാറ്റി വെക്കണ്ട. പറ്റുന്ന സമയം കിട്ടുന്നത് പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്കറിയാലോ, ഒരാളുടെ സാഹചര്യമായിരിക്കില്ല ഒരാൾക്ക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്കൊരു ജോലി വേണം. ആ ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കാം. ഓക്കെ, വെറുതെ മാം, ഫൈനൽ എക്സാമിന് ഈ മോക്ക് ടെസ്റ്റിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം അങ്ങനെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റിന് പുറമെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് മുന്നൊരു മോഡൽ എക്സാം നമ്മൾ നടത്തും. ഓക്കെ, അപ്പൊ ആ മോഡൽ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഒരു മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ട്, അതുപോലെ മോഡൽ എക്സാം എഴുതി, അതുപോലെ പഠിക്കുകയും വേണം അല്ലെ. ഡെയിലി നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഡൗട്ട്, ക്ലാസ് റൂമിലിട്ട ക്വസ്റ്റ്യന്റെ ലൊക്കേഷൻ ഓഫ് OPD അതിന്റെ ആൻസർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ എന്നല്ലേ? കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ അല്ലേ? ഓക്കെ, ലൊക്കേഷൻ ഓഫ് OPD ഗ്രൗണ്ട് ഫ്ലോർ. ആൻസർ ഏതായിരുന്നു നമുക്ക് മോക്ക് ടെസ്റ്റിൽ വന്നിരുന്നത്? All the above. ഓൾ ഓഫ് ദ അബവ് അല്ലെ. അതായത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ PD ഡയഗ്നോസ്റ്റിക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നില്ലേ. ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. അതിന് ടൈം ആയല്ലോ. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ്, അപ്പോ ഇനി മൺഡേ അല്ലേ നമുക്ക് ക്ലാസ് വരുന്നത്? അതെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു മാം. എടാ ഒന്ന് മാറടാ.